പുതിയ കാലത്തെ സാഹിത്യത്തിലെ നൂതന സംവേദന മാർഗങ്ങളെ തേടിയുള്ള യാത്രകൾ ആരംഭിച്ചിട്ട് വർഷങ്ങളായി. ആ ഒരു വഴിക്ക് നെഹർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിന്റെ മീഡിയ വിങ് ലിറ്റ്ചാറ്റ് എന്ന അതിന്റെ പുതിയൊരു കാൽവെപ്പിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ആദ്യത്തെ അതിഥി എഴുത്തുകൊണ്ട് വായനക്കാരുടെ ഹൃദയങ്ങളെ കീഴടക്കിയ കണ്ണൂർ ജില്ലയിലെ പുറത്തിൽ സ്വദേശി, മാധ്യമരംഗത്തും സാഹിത്യരംഗത്തും ഒരുപോലെ മുദ്ര പതിപ്പിക്കുകയും കേരളത്തിലും വിദേശ രാജ്യങ്ങളിലും തന്റേതായ സാമ്രാജ്യം സൃഷ്ടിക്കുകയും ചെയ്ത ഒരു വ്യക്തി കൂടിയാണ്. Our first guest, O.M. Abubakar sir. Welcome sir to our show Litchat. വളരെ സന്തോഷമുണ്ട്. ഒരു കോളേജ് വിദ്യാർത്ഥികൾ എൻ്റെ നോവൽ വായിച്ചിട്ട് എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ വരിക എന്ന് പറയുന്നു. എനിക്ക് കിട്ടുന്നൊരു വലിയ അംഗീകാരമായിട്ട് ഞാൻ കാണുക. കുട്ടികൾ വായിക്കുന്നു, വായന പ്രവിശാലമായതാണ് എന്നൊക്കെ ഇതിൽ നിന്ന് മനസ്സിലാവുന്നു. ഈ കോളേജിലെ വിദ്യാർത്ഥികളോട് ഞാൻ എൻ്റെ നന്ദി പറയുകയാണ്. ഞങ്ങൾക്കും ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. മരണപുസ്തകം പോലുള്ള ഒരു പുസ്തകം വായിച്ച് സാറിനെ പോലുള്ള ഒരാളെ ഇന്റർവ്യൂ ചെയ്യാന്നുള്ളത്. ആടുജീവിതം പോലുള്ള പല പ്രവാസി കഥകളും അവരുടെ ത്യാഗങ്ങളും നമ്മൾ വായിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യസ്തമായി പ്രവാസികളുടെ മരണയാത്രകൾ കാണിക്കുന്ന ഈ ഒരു മരണപുസ്തകം, മരണം എന്നുള്ള തീം എടുത്ത് വായിക്കാൻ ഞങ്ങളെപ്പോലുള്ള ന്യൂ ജനറേഷൻ കുട്ടികൾ അധികം താല്പര്യപ്പെടാത്തതാണ്. പക്ഷെ സാർ അതിനെക്കുറിച്ച് എഴുതി, ഞങ്ങളെപ്പോലുള്ളവർ അതൊക്കെ വായിക്കുകയും ചെയ്തു. എങ്ങനെയാണ് സാർ ഈ ഒരു പുസ്തകത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു നോവലിലേക്ക് താങ്കൾ എത്തിപ്പെട്ടത്? നോവലിൽ ഞാൻ എത്തിപ്പെടുന്നത് ഒരു പത്രവാർത്തയിൽ നിന്നാണ്. 2000-ഓളം മൃതദേഹങ്ങൾ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന്, അതായത് UAE-യിൽ നിന്ന് വിവിധ രാജ്യങ്ങളിലേക്ക് കയറ്റി അയച്ച ഒരു അഷ്റഫ് താമരശ്ശേരി എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ചുള്ള ഒരു പത്രവാർത്തയായിരുന്നു. ഞാൻ ആ പത്രവാർത്ത എന്നെ വല്ലാതെ പിടിച്ചുലച്ചു കളഞ്ഞു. 2000-ലേറെ മൃതദേഹങ്ങൾ വിവിധ രാജ്യങ്ങളിലേക്ക് കയറ്റി അയച്ച ഒരു വ്യക്തിക്ക് എന്തൊക്കെ പറയാനുണ്ടാകും, എന്തൊക്കെ അനുഭവങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ എൻ്റെ മനസ്സിലൂടെ ഓടിച്ചു പോയി. ഞാൻ എൻ്റെ മനസ്സിലൂടെ ഓടിച്ചു പോവുക എന്ന് പറഞ്ഞാൽ ഞാൻ ഈ വ്യക്തിയെ വിളിക്കുകയോ കാണുകയോ ചെയ്തില്ല. അങ്ങനെ സ്വാഭാവികമായിട്ടും അതിന് പിന്നിൽ മറ്റൊരു കഥയും കൂടി. ഞങ്ങൾ വൈകിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് താമസിക്കുന്ന ഫ്ലാറ്റിലെത്തിയപ്പോൾ അവിടെ ഈ കറണ്ട് ഡിസ്കണക്റ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ രാത്രി അവിടെ ഏതായാലും നല്ല ചൂട് സമയമാണ്. ഞാൻ ഷാർജയിലെ മുഷ്രിഫ് പാർക്ക് എന്ന് പറയുന്ന ഒരു പാർക്കിലേക്ക് ലാപ്ടോപ്പും എടുത്തിട്ട് പോയി. അവിടെ ഇരുന്നിട്ടാണ് ഈ പത്രവാർത്തയെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഞാനൊരു നോവലിന് തുടക്കം കുറിക്കുന്നത്. ഈ നോവല് ഞാൻ ആദ്യത്തെ ദിവസം രാത്രി 12 മണിക്ക് ഇരിക്കുകയും രാവിലെ 5 മണി വരെ അവിടെ ഇരുന്ന് എഴുതുകയും ചെയ്തതിനു ശേഷം തൊട്ടടുത്ത ദിവസം കറണ്ട് ശരിയാക്കിയെങ്കിലും ഞാൻ 10 മണിക്ക് ശേഷം പാർക്കിൽ പോവുകയും അങ്ങനെ 14 ദിവസം കൊണ്ട് എഴുതി പൂർത്തിയാക്കിയ ഒരു നോവലാണ്. ആ നോവലിന്റെ ഭാഷാപരമായും സ്ട്രക്ചറും ആ ഒരു ഒഴുക്കിൽ അങ്ങനെ സംഭവിച്ചു പോയതാണ്. ചുരുങ്ങിയൊരു ദിവസം കൊണ്ട് ഇത്തരത്തിലൊരു നോവൽ സാറ് സൃഷ്ടിച്ചെടുത്തു. അത് സംഭവിച്ചു പോയതാണ് വാസ്തവത്തിൽ. പിന്നെ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഈ നോവല് എൻ്റെ മുന്നിൽ ഒരുപാട് വിഷയങ്ങൾ ഇങ്ങനെ പതിഞ്ഞ് നിറയുകയാണ്. ഈ 2000 മൃതദേഹങ്ങൾ ഞാൻ കണ്ടതല്ല, ഈ അഷ്റഫിനെ ഞാൻ കണ്ടിട്ടില്ല, വെറും വാർത്തകളിൽ മാത്രമാണ്. അപ്പം എൻ്റെ ഭാവനയ്ക്കനുസരിച്ചിട്ട് ഞാൻ ഫസ്റ്റ് ഡേ തന്നെ ഇത് എഴുതാൻ എങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ അഷ്റഫിൻ്റെ ഒരു ഡയറി എന്നുള്ളതൊരു ഭാവനയിൽ പോയതാണ്. പലരും എന്നോട് നോവൽ വായിച്ചിട്ട് ചോദിച്ചിട്ടുണ്ട്, ഈ അഷ്റഫ് എന്ന് പറയുന്ന ആൾ ഡയറി തന്നിട്ടുണ്ടോ എന്നൊക്കെ. സത്യത്തിൽ അങ്ങനെ ഒരു ഡയറി അഷ്റഫ് തന്നിട്ടില്ല. അങ്ങനെ ഈ അധ്യായങ്ങൾ പൂർത്തിയാക്കി എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനെന്ത് ചെയ്തു, ഈ അഷ്റഫിനെ കാണാൻ തീരുമാനിക്കാനുണ്ടായത്. റിയാലിറ്റിയിൽ മാത്രം നമ്മളൊക്കെ വിശ്വസിച്ചിരുന്ന ഒരു നോവലിലെ സാറിന്റെ തന്നെ ഫിക്ഷണൽ കോൺട്രിബ്യൂഷൻസും ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ നോവലിൽ പരിപൂർണമായിട്ട് ഈ ഈജിപ്തിലുള്ള ഒരു പ്രശസ്തനായ ഒരു എഴുത്തുകാരൻ പറഞ്ഞിട്ടുണ്ട്, ഒരു വ്യക്തി എഴുതുമ്പോൾ വായനക്കാരന് ഇത് വളരെ ഈസിയാണെന്ന് മനസ്സിലാവണം. അതേസമയം അതുപോലൊരു സാധനം ആർക്കും എഴുതാൻ പറ്റില്ല. ഞാൻ ആ ഒരു വാക്കുകളെ കടമെടുത്തിട്ടാണ് ഞാൻ എഴുത്ത് രീതി. ഞാൻ ഒരുപാട് വാരി എഴുതുന്ന ഒരാളല്ല. എനിക്ക് നന്നായിട്ട് സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു സംഭവം എൻ്റെ മനസ്സിൽ നിന്ന് എപ്പോഴാണോ വരുന്നത് അപ്പോൾ മാത്രം എഴുതുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഈ നോവലിൻ്റെ ഭാഷ, ഈ നോവലിൻ്റെ അധ്യായങ്ങൾ, സബ്ജക്റ്റുകൾ, പിന്നെ അതൊക്കെ വളരെയധികം ഓട്ടോമാറ്റിക്കായിട്ട് വരികയും അത് സത്യത്തിൽ ഈ നോവല് പരിപൂർണമായിട്ട് എഴുതിയ അഷ്റഫിനെ ഞാൻ കാണിച്ചപ്പോൾ അഷ്റഫിനോട് പറഞ്ഞ 2-3 കാര്യങ്ങളുണ്ട്. ഞാൻ പോലും ഈ നോവൽ വായിച്ചിട്ട് സ്തംഭിച്ചു പോയിട്ടുണ്ട്. കാരണം ഇത്രയും തീക്ഷ്ണമായിട്ട് ഇത് എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഇതിൻ്റെ മറ്റൊരു രസം എന്ന് പറയുന്നത്, ഈ പുസ്തകത്തിലെ ഓരോ അധ്യായങ്ങൾ ഞാൻ രാത്രി എഴുതി കഴിഞ്ഞാൽ ഞാൻ രാവിലെ എൻ്റെ വൈഫിനെ അയച്ചു കൊടുക്കും. അപ്പോൾ വൈഫ് ഓരോ ദിവസവും ഓരോ അധ്യായങ്ങൾ ഇങ്ങനെ വായിച്ചിട്ട്, അപ്പോൾ ഒരു ദിവസം 2, 3, 4 അധ്യായങ്ങളൊക്കെ ഉണ്ടാവും. ചില അധ്യായങ്ങളിലൊക്കെ എത്തിയപ്പോൾ വീണ്ടും എനിക്ക് ഇൻസ്പിറേഷൻ തന്നു. ഈ നോവലിൽ സാറിന്റെ വൈഫിന്റെയും കൂടി ഒരു കൈ എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് വായനക്കാരി എൻ്റെ വൈഫാണ്. പിന്നെ അതിനുശേഷം അഷ്റഫിൻ്റെ വൈഫ് ഈ നോവൽ വായിച്ചിട്ട് അത് പിന്നീട് പറഞ്ഞതാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ 2-3 ദിവസത്തെ ഉറക്കം പോയിരുന്നു. പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്, അവസാനം വരെ
വായിക്കാൻ ധൈര്യമുണ്ടെങ്കിൽ മാത്രം വായിക്കുക. വായിച്ചാൽ മതി. ആ ഒരു മുഴുനീള മരണത്തെ എഴുതാൻ പറ്റിയിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വായനക്കാർ എനിക്ക് നല്ല സപ്പോർട്ട് തന്നിട്ടുണ്ട്. ഈ നോവൽ കുറച്ച് ആൾക്കാരെ വായിച്ചിട്ടുള്ളൂ എങ്കിലും അവരൊക്കെ ഈ നോവൽ അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് സന്തോഷമുള്ള. അങ്ങനെ അംഗീകരിച്ചുകൊണ്ടാണല്ലോ കോളേജ് വിദ്യാർത്ഥികളായ നിങ്ങളൊക്കെ ഇങ്ങനെ എൻ്റെ ഇന്റർവ്യൂവിൽ വരുന്നത്. ഇതിൽ ഞാൻ സന്തോഷവാനാണ്. ഇതിൽ കൂടുതൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് മരണം, ഡെഡ് ബോഡി, പോസ്റ്റ്മോർട്ടം, പിന്നെ എംബാമിങ്, അതൊക്കെയാണ്. അപ്പൊ ഇത് വായിച്ച സമയത്ത് ചില ദിവസങ്ങളിൽ രാത്രികൾ എനിക്കൊക്കെ ഉറക്കം നഷ്ടപ്പെട്ടിട്ടുണ്ട്. സാർ നേരത്തെ പറഞ്ഞതുപോലെ ഇത് അങ്ങനെ പെട്ടെന്നൊരു ദിവസം വായിക്കാൻ പറ്റിയൊരു പുസ്തകമല്ല. മരണം എന്നുള്ളത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു പേടിയുള്ളൊരു കാര്യമാണ്. അതുപോലെ എന്നെ പോലുള്ളവർക്ക് ഡെഡ് ബോഡി എന്ന് കേട്ടാൽ തന്നെ പേടിയുള്ളതാണ്. അപ്പൊ ഈ നോവൽ എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ വാർത്ത, സാറ് നേരത്തെ പറഞ്ഞു വാർത്ത കണ്ടിട്ടാണ് ഇങ്ങനെ ഒരു നോവൽ എഴുതിയത്, അതൊക്കെ ആലോചിച്ച് നോവൽ എഴുതുന്ന സമയത്ത് സാറിന് ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? അത് പല അധ്യായങ്ങളും എഴുതുന്ന സമയത്ത് എഴുതി കഴിഞ്ഞപ്പോഴേ എന്നെ വല്ലാതെ പിടിച്ചു കുലുക്കിയിട്ടുണ്ട്. അത് ഞാൻ ഇല്ല എന്ന് പറഞ്ഞ കളവായി പോകും. അതിൽ പോസ്റ്റ്മോർട്ടം ടേബിളിലെ ത്വാഹ ഹുസൈൻ്റെ ഒരു കഥയാണ്. അതൊക്കെ സത്യം പറഞ്ഞാൽ ആ നോവൽ പൂർത്തിയായി കഴിയുമ്പോൾ, നോവൽ അധ്യായങ്ങൾ കഴിയുമ്പോൾ അടുത്ത അധ്യായത്തിൽ എന്താണ് എന്നുള്ളത് ഞാൻ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ട് എഴുതുന്നതല്ല. അപ്പോൾ അതിൽ നിന്ന് അതിൻ്റെ ഒരു എഴുതിയ ആ ഒരു തീരുന്നതിന് മുൻപാണ് അടുത്ത അധ്യായത്തിലേക്ക് ഞാൻ പോകുന്നത്. അത് പല അധ്യായങ്ങളിലെയും പല കഥാപാത്രങ്ങളും, ഇപ്പം സൈനബ ഉമ്മ എന്ന് പറയുന്നൊരു കഥാപാത്രമുണ്ട്, അതൊക്കെ എന്നെ വല്ലാതെ പിടിച്ചുലച്ചിട്ടുണ്ട്. പിന്നെ ഈ നോവൽ അവസാനത്തെ അധ്യായം എഴുതി കഴിഞ്ഞപ്പോൾ ഞാൻ പുലർച്ചെ ആ ലാപ്ടോപ്പും എടുത്തിട്ട്, എഴുതിയ ലാപ്ടോപ്പും എടുത്തിട്ട് റൂമിലേക്ക് പോകുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു 2000 മൃതദേഹങ്ങൾ വഹിച്ചിട്ട് നടന്നു പോകുന്നത് പോലെ എനിക്ക് വല്ലാതെ ഫീൽ ചെയ്തിട്ടുണ്ട്. സാർ ഇപ്പം പറഞ്ഞു സാറിന്റെ ഫിക്ഷണൽ കോൺട്രിബ്യൂഷൻസ് ഇതിലുണ്ട്. അപ്പോൾ പോസ്റ്റ്മോർട്ടം ഒരു സീൻ അതിലുണ്ട്. അതിനെക്കുറിച്ച്, പോസ്റ്റ്മോർട്ടത്തെ കുറിച്ച് കൃത്യമായി അതിൽ പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു നല്ല കലാസൃഷ്ടി എന്ന് പറയുന്നത് നല്ലൊരു നുണയാണ്. അപ്പോഴും ഞാൻ തികച്ചും ഭാവനയിൽ എഴുതിയതാണ്. പക്ഷേ ഇത്രയും കാര്യങ്ങൾ അറിയുമ്പോൾ ഒരു പോസ്റ്റ്മോർട്ടം, എംബാമിങ്, അതൊക്കെ എങ്ങനെയാണ് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പല ഡോക്ടേഴ്സിനെയും അതുപോലെ തന്നെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ട് എടുത്തിട്ട് എൻ്റെതായ ഒരു ഭാഷയിൽ എഴുതിയതാണ്. ആ പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്നത് ആ അധ്യായം പലരെയും വല്ലാതെ പിടിച്ചുലച്ചിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. സത്യത്തിൽ അത് എഴുതി കഴിഞ്ഞപ്പോൾ എനിക്കും കുറച്ച് തീക്ഷ്ണമായി എന്ന് തോന്നിയ ഒരു അധ്യായമാണ്. ഒരു സ്ത്രീ വായനക്കാരിയാണ്. അപ്പൊ ഒരു ഫീമെയിൽ റീഡർ എന്ന നിലയിൽ എനിക്ക് കുറച്ചുകൂടി ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു ഭാഗം ഇതിലുണ്ട്. ഫാത്തിമ കാക്ക മറ്റുള്ള കഥയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കഥ. അതിൽ ഫാത്തിമ എന്നൊരു പെൺകുട്ടി ചെറുപ്പം മുതൽ വലുതായതിനു ശേഷവും എല്ലാം പുരുഷന്മാരിൽ നിന്ന് നേരിടുന്ന ദുരനുഭവങ്ങളും അതിൽ നിന്ന് അതിജീവിക്കാനുള്ള മാർഗങ്ങളും തേടി ഗൾഫ് രാജ്യത്തേക്ക് പോകുന്നത്, അതൊക്കെയല്ലേ ഈ ഭാഗത്ത് പറയുന്നത്. അപ്പൊ ഒരു മെയിൽ റൈറ്ററായ സാറ് ഫീമെയിൽ പെർസ്പെക്റ്റീവോടുകൂടി ഒരു സ്ത്രീപക്ഷത്തെ മുൻനിർത്തിയിട്ട് ഇങ്ങനെ ഒരു ഭാഗം എഴുതാൻ സാധിച്ചത് എങ്ങനെയാണ്? സത്യത്തില് സ്ത്രീപക്ഷക്കാരനായ ഒരു എഴുത്തുകാരനാണ് ഞാൻ. കാരണം ഒരു സ്ത്രീ അനുഭവിക്കുന്നത് വളരെ വലിയ സംഭവങ്ങളാണ്. പുരുഷൻ പൗരുഷമാണ് എന്നൊക്കെ പറഞ്ഞാലും ജീവിതവും അതിജീവനവും കൊണ്ട് നടക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അത്തരമൊരു സ്ത്രീയാണ് ഫാത്തിമ കാക്ക. കാരണം ഫാത്തിമ താത്ത എന്ന് പറയുന്നതിന് പകരം ഫാത്തിമ കാക്ക എന്ന് ഞാൻ അതിൽ കൊടുക്കാൻ കാര്യം, ഒരു പുരുഷനേക്കാൾ വളരെ തീക്ഷ്ണമായിട്ട് അതിജീവിച്ച ഒരു സ്ത്രീയാണ് ഫാത്തിമ കാക്ക. അപ്പോൾ അവരെ മാറ്റി നിർത്തിക്കൊണ്ട്, ഏത് സ്ത്രീയെയും മാറ്റി നിർത്തിക്കൊണ്ട് ഒരു രചന നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഫാത്തിമ കാക്കയെ ഞാൻ ഒരു ഏറ്റവും അതിജീവനത്തിൻ്റെ വലിയൊരു മാതൃകയായിട്ട്, ഒരു മുഖമുദ്രയായിട്ട് ഞാൻ നോവലിൽ കൊണ്ടുവന്നു. അപ്പൊ ഈ ഒരു ഭാഗം എഴുതിയ സമയത്ത് ബാക്കിയുള്ള പാർട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മരണമാണ് കൂടുതൽ പറയുന്നത്. ഇതൊരു സ്ത്രീയുടെ, ഒരു സാധാരണക്കാരിയായ ഒരു സ്ത്രീ അവര് അനുഭവിക്കുന്നതാണ് പറയുന്നത്. ഈ ഒരു ഭാഗം എഴുതിയിരുന്ന സമയത്ത് സാർ നേരത്തെ പറഞ്ഞ പോലെ ഭാര്യയോട് ഓരോ പാർട്ടും ഇങ്ങനെ അയച്ചു കൊടുത്തിട്ട് ഉണ്ട്. അപ്പോ ആ ഒരു പാട്ട് വായിച്ച സമയത്ത് സാറിന്റെ ഭാര്യ എങ്ങനെയാ റിയാക്ട് ചെയ്തിരുന്നത്? മരണ പുസ്തകത്തിൽ ഇങ്ങനെ ഒരു മരണമല്ലാത്തൊരു കഥ എന്തിനാണ് വരുന്നത് എന്ന് വൈഫും ചോദിച്ചിരുന്നുണ്ട്. പക്ഷെ അതിനകത്ത് ഞാൻ പറഞ്ഞൊരു മറുപടി എന്ന് പറയുന്നത്, ഗൾഫുകാരൻ്റെ ജീവിതം എന്ന് പറയുന്നത് 2 ജീവിതമാണ്. ഒന്ന് നാട്ടിലുള്ള ജീവിതവും അവൻ കാണണം, ഗൾഫിലുള്ള ജീവിതവും കാണണം. ഗൾഫുകാരൻ്റെ മരണം എന്ന് പറയുന്നത് 2 മരണമാണ്. ഒന്ന് അവൻ്റെ ബന്ധുക്കളിൽ നിന്നുള്ള മരണം, പിന്നെ അവൻ ഭൂമിയിൽ നിന്നേ പോകുന്നൊരു മരണം. അപ്പോൾ മരണത്തെക്കാൾ, ഗൾഫുകാരൻ്റെ മരണത്തെക്കാൾ അതിജീവിച്ചുകൊണ്ട് ഗൾഫിൽ ധാരാളം പേരുണ്ട് എന്ന് കാണിക്കാൻ കൂടിയിട്ടാണ് ആ അധ്യായം. മരിച്ചു ജീവിക്കുന്ന പലരുമുണ്ട്. മരണജീവിതം തന്നെയാണ് സത്യത്തിൽ പലരുടെയും. 96% ആൾക്കാരും വളരെ അതിജീവനത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അത് എൻ്റെ മനസ്സിലുണ്ടായതുകൊണ്ട് അതിജീവിക്കുന്ന ഒരു പുരുഷനേക്കാളും നല്ലത് ഒരു സ്ത്രീയാണ് എന്ന് മനസ്സിലായിക്കൊണ്ടാണ് ഈ അധ്യായം ഉണ്ടായത്. അപ്പൊ ഈ നോവൽ എഴുതിയിരിക്കുന്ന ഒരു രീതി നോക്കുകയാണെങ്കിൽ സാധാരണ സ്ട്രക്ചറിൽ നിന്ന് മാറി ഒരു അനക്ഡോട്ടുകളുടെ കൂട്ടായ്മയായിട്ടാണ് സാർ ഇത് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ രീതി
ചില വായനക്കാർക്ക് ഇങ്ങനത്തെ ഒരു രീതിയിലുള്ള ഒരു നോവൽസ് വായിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ എങ്ങനെയാണ് സാർ ഇതിൽ തന്നെ എഴുതണം എന്ന്, ഈ ഒരു സ്ട്രക്ചർ യൂസ് ചെയ്തിട്ട് എഴുതണം എന്ന് തീരുമാനിച്ചത്? അതെ, അതിലിപ്പം ഒരു നോവലിൽ ഒരു ചട്ടക്കൂട് ഉണ്ട് എന്ന് പൊതുവെ പറയുന്നതാണ്. അപ്പോഴും ഞാനിതിൽ ഈ ഒന്നാമത്തെ അധ്യായം എഴുതി കഴിഞ്ഞപ്പോൾ ഈ കഥാപാത്രത്തെ കൊണ്ട് തന്നെ അവസാനം വരെ സംസാരിപ്പിക്കാം. മരണം എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റാണ്. അപ്പം ഡയറക്റ്റ് ഒരു കഥ പറയുന്നത് പോലെ പറയുമ്പോഴാണ് വായനക്കാരിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റുന്നത്, കയറാൻ പറ്റുന്നത് എന്ന് മനസ്സിലാക്കിയ ഒരു തന്ത്രം കൂടി അതിനകത്തുണ്ട്. അതേസമയം ഒരു കഥാപാത്രങ്ങൾ പരസ്പരം സംസാരിക്കുന്ന രീതിയാണ് ഞാനിതിൽ അവലംബിച്ചതെങ്കിൽ ഈ നോവല് ഇത്രയും വായിക്കപ്പെടണമെന്നില്ല. അതേസമയം ഡയറക്റ്റ് ഒരാൾ പറയുന്നു ഞാൻ മരണത്തിന്റെ ഒരു പുസ്തക രൂപത്തിലാകുമ്പോൾ ഒരു ഒറ്റയിരിപ്പിനൊക്കെ വായിച്ചിട്ട് തീർക്കാൻ പറ്റുന്ന ഒരു നോവലാണ്. എന്നെ പോലുള്ളവര് ഇത് ഇങ്ങനെയൊരു നോവൽ, ഈ ഒരു തീമുള്ള നോവല് എടുത്തു വായിക്കാൻ മടിക്കും. മരണം എന്നുള്ള തീം ഞങ്ങള് ന്യൂ ജനറേഷൻ കുട്ടികൾക്ക് കൂടുതലും മറ്റുള്ള ജോണേഴ്സിനോടാണ് താല്പര്യം. പക്ഷെ എന്നിട്ടും ഇങ്ങനൊരു ബുക്ക് എടുത്ത് വായിച്ച് നല്ല നല്ല രീതിയിൽ മനസ്സിലാകുന്ന ഭാഷയിൽ എഴുതി ഇങ്ങനൊരു രീതിയിൽ സാറ് എഴുതുകയും ചെയ്തു. അപ്പോ ഇനി സാറിന് പ്രേതത്തിനെ കുറിച്ച് എന്താ അഭിപ്രായം? പ്രേതം, ഞാൻ സത്യത്തിൽ ഈ പുസ്തകത്തിൽ പ്രേതത്തെ അങ്ങനെ വലുതായിട്ടൊന്നും പരാമർശിക്കുന്നില്ല മരണത്തെ കാണുമ്പോൾ. പക്ഷേ ചില മരണം, ഇപ്പൊ ഇതിലെ ഒരു ആംബുലൻസ് അബൂക്ക എന്ന് പറയുന്ന ഒരു കഥാപാത്രം, ആംബുലൻസ് അബൂക്കയുടെ കഥ എന്ന് പറയുന്നത് അദ്ദേഹം ബോംബെയിൽ നിന്ന് ഡെഡ് ബോഡി കൊണ്ടുവരുമ്പോൾ ആംബുലൻസിൽ നിന്നും ഭയമില്ലാതിരിക്കാൻ വേണ്ടിയിട്ട്, കാരണം പിറകില് ഡെഡ് ബോഡി ഉണ്ട്, ഒറ്റക്കാണ് ഡ്രൈവ് ചെയ്യുന്നത്, രാത്രിയിലാണ് ഡ്രൈവ് ചെയ്ത് വരുന്നത്. അപ്പോൾ അദ്ദേഹം പാട്ട് പാടുകയാണ്. അത് ഭയത്തിന്റെ പുറത്തു നിന്ന് വരുന്നൊരു പാട്ടാണ്. ചിലപ്പോൾ നമ്മളൊരു ഭയമില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം വീട്ടിൽ പുറത്തു നിന്നൊരു ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഇതേ ഒരു പെട്ടെന്നൊരു ശബ്ദം ഓട്ടോമാറ്റിക്കായിട്ട് അകത്തുനിന്ന് വരും. അങ്ങനെ വരുന്നതാണ്. അല്ലാതെ പ്രേതത്തെയോ മറ്റോ ഇതിന് ഞാൻ പരാമർശിക്കാനൊന്നും ശ്രമിച്ചിട്ടില്ല. പണ്ടത്തെ സിനിമയിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഈ പ്രേതം വരുന്ന സീന്. ഈ വെള്ള സാരിയൊക്കെ എടുത്ത് പുകയെല്ലാം മൂടി പാലമരത്തിന്റെ ചോട്ടില് ഹൊറർ ബീജം പുതുമഴയായി ആ പാട്ടൊക്കെ വെച്ചിട്ടില്ല പണ്ട് സിനിമയിലൊക്കെ. അപ്പൊ ആ സിനിമയിലൊക്കെ കാണാം, ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ആംബുലൻസ് അബൂക്കന്റെ പറഞ്ഞതുപോലെ സൗണ്ടില് പാട്ട് പാടിയാല് പ്രേതം വരില്ല, പിശാച് വരില്ല എന്നൊക്കെ. അങ്ങനത്തെ മണ്ടത്തരങ്ങളൊക്കെ ഞങ്ങളും പണ്ട് വിശ്വസിച്ചിട്ടുണ്ട്. അപ്പൊ അതേപോലത്തെ ചെറിയ ചെറിയ മണ്ടത്തരങ്ങള് സാറിനും ഉണ്ടായിട്ടുണ്ടോ ഇതുപോലെ ഓരോന്ന് വിശ്വസിച്ച്? തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലേക്ക് രാത്രിയിൽ പോകുന്ന, ഞാൻ പത്രത്തിൽ ജോലി ചെയ്യുമ്പോൾ അർദ്ധരാത്രിയിലൊരു 12 മണി ആ സമയത്തൊക്കെ വീട്ടിലേക്ക് പോകുമ്പോൾ വീട്ടിന്റെ ഇടവഴിയിൽ വെച്ചിട്ട് വാഴയൊക്കെ ഇങ്ങനെ വീഴുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും പ്രേതാണെന്നൊക്കെ വിചാരിക്കും. അങ്ങനെ പേടിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോഴും എന്ത് ചെയ്യും, ഉടക്കെ പാട്ട് പാടിയിട്ട് അല്ലെങ്കിൽ കൈ സൗണ്ട് ഉണ്ടാക്കിയിട്ട് അങ്ങനെയൊക്കെയാണ് അതിനെ അതിജീവിച്ച് കടന്നു പോയിട്ടുള്ളത്. ഒറ്റപ്പെട്ട സമയത്ത് എല്ലാവർക്കും ഈ പ്രേതവും പിശാചൊക്കെ ഉള്ളതായിട്ടും തോന്നാം. ഇങ്ങനെ പാട്ടൊക്കെ പാടി അതിൽ നിന്ന് മറികടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തും. ഈ ഒരു പുസ്തകത്തിന്റെ അവസാനത്തിലൊരു വരി പറയുന്നുണ്ട്, ജീവിച്ചിരിക്കുന്നവരാണോ മരിച്ചു പോയവരാണോ, യഥാർത്ഥത്തിൽ ആരാണ് മരിച്ചു പോയത്? ഇങ്ങനെ ഒരു എൻഡിങ് ഇത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു ചോദ്യചിഹ്നത്തിലാണ് ഈ നോവൽ അവസാനിക്കുന്നത്. കാരണം ഈ നോവൽ അവസാനിക്കുന്നില്ല ജീവിച്ചിരിക്കുന്നവരാണോ മരിച്ചു പോയവരാണോ യഥാർത്ഥത്തിൽ മരിച്ചു പോയത്. ഓരോരാളും അവരവരോട് ചോദിക്കുമ്പോൾ ജീവിതത്തിലെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, അതിജീവിക്കാൻ വേണ്ടി പാടുപെടുന്ന ആൾക്കാർക്കിടെയൊക്കെ ജീവിതത്തെ നോക്കിക്കൊണ്ടുള്ള ഒരു ചോദ്യമാണ് ആ ചോദ്യം. അങ്ങനെയാണ് ആ അധ്യായത്തിൽ ഞാൻ അവസാനിപ്പിക്കുന്നത്. എന്തിന്റെ ഒരു തുടക്കം പോലെയാണ് വരുന്നത്. പുസ്തകം പ്രസിദ്ധീകരിച്ചതിന് ശേഷം സാറിന് കിട്ടിയൊരു ഫീഡ്ബാക്ക് എന്തായിരുന്നു? ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. UAE ഒരു പ്രമുഖ സാമൂഹ്യ പ്രവർത്തകൻ ഒരു ദിവസം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. അപ്പോൾ അദ്ദേഹം എൻ്റെ പുസ്തകം ടേബിളിൽ വെക്കുകയും അവിടെ ഒരു പേന കൊണ്ട് ഒരു വൈറ്റ് പേപ്പറിൽ എഴുതി വെച്ചൊരു കുറിപ്പുമായിട്ടാണ് പോസ്റ്റ് ഇട്ടത്. അത് ഗൾഫിലൊരു സാമൂഹ്യ പ്രവർത്തകനാണ്. ഈ പുസ്തകം വായിച്ചുകൊണ്ടിരുന്ന് അവസാന ഭാഗത്തായിട്ടൊരു അധ്യായം ആണ് എഴുതി വെച്ചിട്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. എനിക്ക് കിട്ടിയൊരു വേറൊരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്, പ്രശസ്തനായ ഒരു എഴുത്തുകാരൻ്റെ ഭാര്യ ഈ പുസ്തകം വായിച്ചിട്ട് 3 ദിവസം ഭർത്താവിനെ ജോലിക്ക് വിട്ടില്ല. എനിക്ക് ഈ പുസ്തകം എന്നെ വല്ലാതെ പേടിപ്പിക്കുന്നത്, എനിക്ക് പകലിവിടെ ഒറ്റയ്ക്ക് നിൽക്കാനൊരു ഭയമുണ്ട് എന്ന് പറഞ്ഞു. അവസാനമായി ഒന്നുകൂടി, റിപ്പോർട്ടർ, എഡിറ്റർ എന്നീ പല മേഖലയും സാറ് ആ ഒരു പൊസിഷൻ നിലനിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊരു നോവലിസ്റ്റ് എന്ന പൊസിഷനിലേക്ക് എത്താനുള്ള റീസൺ? ഒരു പത്രപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ദിവസവും പുതു വാർത്തകളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. പുതിയ വാർത്തകളാണ്. അപ്പോൾ ഞാൻ എഴുതിയ മിക്ക കഥകളും ഒക്കെ ഒരു പത്രവാർത്തയുടെ അടിസ്ഥാനത്തിലായിരിക്കും. എവിടെ നിന്നെങ്കിലും ഒരു ഇൻഷുറൻസ് തുക കിട്ടാൻ വേണ്ടിയിട്ട് അമ്മയെ പാലത്തിൻ്റെ മുകളിൽ നിന്ന് താഴെ ചാടി. അപ്പോൾ ഇൻഷുറൻസ് തുകയാണ് ഇവിടെ കിട്ടാൻ വേണ്ടി. അതിൽ നിന്നൊരു കഥയുണ്ടായിട്ടുണ്ട്. ഒരു ദിവസം പത്രത്തിൽ ജോലി ചെയ്യുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ, എയ്ഡ്സ് രോഗിയായ ചെറുപ്പക്കാരൻ നമ്മുടെ ഓഫീസിലേക്ക് കയറി വന്നിട്ട് അവൻ്റെ വെപ്രാളം, അതിൽ നിന്ന് ഞാൻ ഉഷ്ണക്കാറ്റ് എന്ന് പറഞ്ഞൊരു കഥയും
അത് പിന്നീട് ടെലിഫിലിം ആവുകയും ചെയ്തു. പത്രപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം പത്രഭാഷ വേറെതാണ്, എഴുതുന്ന ഭാഷ വേറെതാണ്. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് മറികടക്കാൻ ശ്രമിച്ചത് എൻ്റെ പത്രഭാഷ ഇതിനകത്ത് വരാൻ പാടില്ല എന്ന്. അത് ഭയങ്കര നേരിടുന്ന ഒരു വെല്ലുവിളിയാണ്. പത്രത്തിനൊരു ഭാഷയുണ്ട്, നോവലിന് വേറൊരു ഭാഷയാണ്. അത് രണ്ടും എനിക്ക് കൈകാര്യം ചെയ്യാൻ ഒരു പറ്റിയെന്നുള്ളത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത്. എഴുത്തിനോടുള്ള താല്പര്യം കൂടുതൽ കൊണ്ട് എഡിറ്ററായിട്ടും നോവലിസ്റ്റ് ആയിട്ടും സാർ വർക്ക് ചെയ്യുന്നു. അതെ, ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ പത്രത്തിൽ എത്തുന്നത് സാഹിത്യ വായനകളുള്ള വായിച്ച് വളർന്നുകൊണ്ടുള്ളതാണ്. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എന്നെ സാഹിത്യരംഗത്ത് എനിക്ക് ഏറ്റവും എന്നെ വായിക്കാൻ പ്രേരിപ്പിച്ചതൊക്കെ വൈക്കം മുഹമ്മദ് ബഷീറാണ്. എല്ലാവരുടെയും പ്രിയപ്പെട്ട ബേപ്പൂർ സുൽത്താൻ. ബഷീറിന്റെ പുസ്തകം വായിക്കുമ്പോൾ അരികിലിരുന്ന ഒരാൾ കഥ പറഞ്ഞു തരുന്ന രീതിയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അതിൽ നിന്നും ചട്ടക്കൂട്ടിൽ നിന്നും മാറി നിൽക്കാതെ എൻ്റെതായ ഒരു പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ലളിത സുന്ദരമായി പറയുക എന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ഷ്യം. കാലത്തെ കുട്ടികളൊക്കെ അങ്ങനത്തെ പുസ്തകങ്ങൾ വായിക്കാനാണ്, ഞങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഉള്ള പുസ്തകങ്ങൾ വായിക്കാനാണ് താല്പര്യപ്പെടുന്നത്. ഈ എഴുത്ത് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ഥിരമായിട്ട് എഴുതുക എന്നുള്ളതിനുപരി എഴുതുന്ന സാധനം നല്ലതല്ലാത്ത സൃഷ്ടികൾ കൊണ്ട് ഒരിക്കലും അറിയപ്പെടാതിരിക്കട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം കുറേ പുസ്തകങ്ങൾ ഉണ്ടാക്കുക എന്നതിനുപരി എഴുതുന്ന സാധനം വളരെ നന്നാക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ഞാൻ അത് മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഭാഷാപരമായിട്ടും ഒരു മുന്നിലിരിക്കുന്ന ഒരു വായനക്കാരൻ്റെ ഹൃദയത്തിലേക്ക് അവനുമായിട്ട് സംസാരിക്കുന്ന രീതിയാണ് ഞാൻ ഈ പുസ്തകത്തിൽ ഫോളോ ചെയ്തിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വായനക്കാരോട് പറയുക എന്നുള്ളതാണ് എഴുത്തിൻ്റെ ലക്ഷ്യം. അല്ലാതെ ഞാൻ വലിയൊരു സാഹിത്യകാരനാണ് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് കുറേ സാഹിത്യം കടിച്ചാൽ പൊട്ടാത്ത വാക്കുകൾ എഴുതുക എന്നതിലുപരി ഈ പുസ്തകം വായിച്ചിട്ട് ആ വായനക്കാരന് പൈസ കൊടുത്ത് വാങ്ങുന്ന പുസ്തകമാണ്, അവർക്ക് എന്തെങ്കിലും ഇതുകൊണ്ട് എന്ത് ചെയ്യണം, ഒരു ഉപകാരം ഉണ്ടാകണം. ഈ പുസ്തകത്തിന് അങ്ങനെ ഒരു ഉപകാരം ഉണ്ടാകണം എന്ന് വിചാരിച്ചിട്ടാണ് അതിന് നല്ലത് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ എഴുത്തിൽ ലക്ഷ്യപ്പെടുന്നത്. ഈ ഒരു നോവൽ എഴുതിയ സാറിനെ പോലെയുള്ള ഒരാളെ തന്നെ നമുക്ക് ആദ്യത്തെ അതിഥിയായി കിട്ടി. അതിൽ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിനും ഞങ്ങളുടെ മീഡിയ വിങ്ങിനും ഒരുപാട് സന്തോഷം.